പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മോർഫ് ചെയ്ത AI വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ച സംഭവത്തിൽ മെറ്റ ഇന്ത്യ മേധാവിക്കെതിരെ പോലീസ് കേസെടുത്തു. ഹൈദരാബാദ് സൈബർ ക്രൈം പോലീസാണ് മെറ്റ ഇന്ത്യ മേധാവി അരുൺ ശ്രീനിവാസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഡീപ് ഫേക്ക് മോർഫ് ചെയ്ത AI വീഡിയോ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ മെറ്റയുടെ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായി പ്രചരിച്ചു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഈ കർശന നടപടി. വ്യവസായി S. അരവിന്ദ് റെഡ്ഡി, BJP നേതാവ് സായി കിരൺ എന്നിവരുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. നിരവധി സോഷ്യൽ മീഡിയ യൂസർമാർക്കെതിരെയും ഇതിനോടകം തന്നെ കേസെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ഭാരതീയ ന്യായ സംഹിതയുടെയും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെയും ലംഘനമാണെന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വീഡിയോ നിർമ്മിച്ചതും അപ്ലോഡ് ചെയ്തതും അത് വ്യാപകമായി പങ്കുവച്ചതുമായ മുഴുവൻ ആളുകളുടെയും പങ്ക് വിശദമായി പരിശോധിച്ചു വരികയാണ്. AI ഉപയോഗിച്ച് നടത്തുന്ന തട്ടിപ്പുകൾ, വ്യാജ പരസ്യങ്ങൾ, തെറ്റിദ്ധാരണ പരത്തുന്ന മറ്റുള്ളടക്കങ്ങൾ എന്നിവ കണ്ടെത്തി നീക്കം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളെക്കുറിച്ച് വിശദീകരണം നൽകാൻ മെറ്റ പ്രതിനിധികളെ ഹൈദരാബാദ് സൈബർ ക്രൈം പോലീസ് വിളിപ്പിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ നിർണായക നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ രൂപഭാവങ്ങളും ശബ്ദവും അനുകരിച്ച് നിർമ്മിച്ച AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വീഡിയോകൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ പ്രമുഖ മെറ്റ പ്ലാറ്റ്ഫോമുകളിൽ യാതൊരു തടസ്സവുമില്ലാതെ വ്യാപകമായി പ്രചരിച്ചു എന്നതാണ് ഈ കേസിന് ആധാരം. മെറ്റ ഇന്ത്യ മേധാവി അരുൺ ശ്രീനിവാസിനെ പ്രതിയാക്കിക്കൊണ്ടുള്ള ഈ നടപടി സമൂഹ മാധ്യമ കമ്പനികളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകളും 2000-ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ ചട്ടങ്ങളും മുൻനിർത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വ്യാജ ഉള്ളടക്കങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണെന്ന് അധികൃതർ ആവർത്തിക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ ഒറിജിനൽ സോഴ്സ് എവിടെയാണെന്നും ഇത് ആദ്യമായി നിർമ്മിച്ചതാരെന്നും പിന്നീട് ഇത് വൈറലാക്കാൻ സഹായിച്ച മറ്റ് സോഷ്യൽ മീഡിയ യൂസർമാർ ആരൊക്കെയാണെന്നും കണ്ടെത്താനുള്ള സൈബർ സെല്ലിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ കേസിന് തൊട്ടു മുൻപ് തന്നെ AI ഉപയോഗിച്ച് നടത്തുന്ന ഓൺലൈൻ തട്ടിപ്പുകൾ, വ്യാജ പരസ്യങ്ങൾ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറ്റുള്ളടക്കങ്ങൾ എന്നിവ തടയുന്നതിൽ പ്ലാറ്റ്ഫോമുകൾ സ്വീകരിക്കുന്ന മുൻകരുതലുകളെക്കുറിച്ച് വിശദീകരണം നൽകാൻ മെറ്റ പ്രതിനിധികളെ ഹൈദരാബാദ് സൈബർ ക്രൈം പോലീസ് വിളിച്ചു വരുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മേധാവിക്കെതിരെ നേരിട്ട് കേസെടുത്തിരിക്കുന്നത് എന്നത് സ്ഥിതിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. നിലവിൽ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും ഡിജിറ്റൽ തെളിവുകൾ പൂർണ്ണമായി ശേഖരിച്ച ശേഷമേ അന്തിമ നിഗമനങ്ങളിൽ എത്താൻ കഴിയൂ എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും രാജ്യത്തെ ഉന്നത ഭരണാധികാരികളുടെയും പ്രമുഖരുടെയും പേരിലുള്ള വ്യാജ AI വീഡിയോകൾ തടയുന്നതിൽ വീഴ്ച വരുത്തുന്ന സമൂഹ മാധ്യമ ഭീമന്മാർക്ക് ഇതൊരു ശക്തമായ മുന്നറിയിപ്പായി മാറിയിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങളും AI ഉള്ളടക്കമുള്ള മോഡറേഷനും വരും ദിവസങ്ങളിൽ കൂടുതൽ കർശനമാക്കപ്പെടാനാണ് സാധ്യത. നിലവിൽ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും പ്രത്യേകിച്ച് അന്തിമ നിഗമനങ്ങളിൽ എത്തിയിട്ടില്ലെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. അന്വേഷണത്തിനിടെ ശേഖരിക്കുന്ന ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും വരും ദിവസങ്ങളിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ പ്രചാരണങ്ങൾക്കും AI ദുരുപയോഗത്തിനുമെതിരെ വരും ദിവസങ്ങളിൽ കൂടുതൽ കർശന നടപടികൾ ഉണ്ടായേക്കാം. ഇനി മുതൽ പ്ലാറ്റ്ഫോമുകളിലെ ഉള്ളടക്കങ്ങളുടെ മേൽനോട്ടത്തിലും സുരക്ഷാ ക്രമീകരണങ്ങളിലും മെറ്റ പോലുള്ള കമ്പനികൾ കൂടുതൽ കർശനമായ നൈതിക നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. ഇത് സാങ്കേതിക കമ്പനികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ വലിയൊരു മുന്നറിയിപ്പാണ്. വരും ദിവസങ്ങളിൽ ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കും AI ദുരുപയോഗങ്ങൾക്കുമെതിരെ രാജ്യത്ത് നിയമപരമായ നടപടികൾ കൂടുതൽ ശക്തമാകുമെന്ന് ഉറപ്പാണ്.